ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിതൊക്കെ കാണാൻ പോകുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന അതിലൂടെ കയറി നമ്മുടെ ഫോണിൽ കൂടിയല്ലേ. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ മൂർത്തിയാണ്. അതിഗംഭീരമായ സൃഷ്ടിയാണ് ഈ ഫോൺ. സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചത് അതിഗംഭീരമായൊരു സൃഷ്ടിയാണ്. അതൊരു സ്ഥിതിയാണ്. അതിലൂടെ യൂട്യൂബ് കാണാം, വാട്സാപ്പ് കാണാം, ഫേസ്ബുക്ക് കാണാം, പിന്നെന്താ ട്വിറ്റർ കാണാം, എന്താ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കാണാം, എല്ലാം കാണാം. അത് സ്ഥിതിയാണ്. അതിലൂടെ കത്തുകൾ അയക്കാം, അതിലൂടെ എന്താ പറയുക മെസ്സേജുകൾ അയക്കാം, അതിലൂടെ പലതും ചെയ്യാം. ആ സ്ഥിതി കൊണ്ടുപോകും. പക്ഷേ മൂന്നാമത്തെ കാര്യം കൂടുതൽ നടക്കുന്നത് സംഹാരമാണ്. പല ആൾക്കാരെയും നശിപ്പിക്കാനും പല മനുഷ്യന്മാരുടെയും ജീവിതത്തിൻ്റെ അവനെ വലിച്ച് കീറി നശിപ്പിക്കാനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്നാണ് പറയുക. പക്ഷേ സംഹാരമാവരുത്. ഒരാളെയും നർമ്മത്തിന് വേണ്ടി നമുക്ക് ഞാൻ ചെയ്യാം, ഞാൻ അനുകരിക്കുന്നുണ്ട്, അനുകരണ കലാകാരനാണ്. ആരാണോ അനുകരിക്കുന്നത് അവർ പോലും ചിരിക്കണം. ഞാൻ സുകുമാർ അഴീക്കോട് മാസ്റ്റർ മുമ്പിൽ അവതരിപ്പിക്കുക, അദ്ദേഹം ചിരിച്ചു, അദ്ദേഹത്തെ ONV കുറുപ്പ് സാർ ചിരിച്ചു, ലാലേട്ടൻ ചിരിച്ചു, MT സാർ ചിരിച്ചു, ഇവരൊക്കെ ചിരിച്ചു. അവർക്ക് കൂടെ അപ്പം അത് ഈ സംഹാരത്തിൻ്റെ ഒരു അവസാനത്തെ ഭാഷയാവരുത് ഈ ഫോൺ എന്ന് മാത്രമേ പറയുള്ളൂ.